ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാനൊരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിനി അതിൻ്റെ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന രീതി നെക്ക് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ആദ്യം തന്നെ ഞാൻ പറയാം, അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിട്ടിയേനെമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തപ്പോൾ മിസ്റ്റേക്ക് സംഭവിച്ചു. അതുകൊണ്ട് തന്നെ സത്യത്തിൽ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, മടി അതാണ് ഭരിച്ചത്. എനിവേ, അതുകൊണ്ട് അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പാടില്ല. എന്താണെന്നുള്ളത് വഴിയേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഫസ്റ്റ് തേണ്ടത് നമ്മുടെ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഷോൾഡറിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്ലീവായിട്ട് ഒരു ഇച്ചിരും കൂടെ വിടുന്നത് കൊണ്ട് ഞാൻ 9 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആം ഹോളായിട്ട് 6.5 ഇഞ്ചുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വേണ്ട അതിനെ ഒന്ന് കുഴിച്ചൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്ക് ഞാൻ 6 ഇഞ്ചാണ് ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. വിഡ്ത്ത് 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിനെ ഇതുകൊണ്ട് ജോയിൻ ചെയ്ത് ഒരു ബോക്സ് ആയിട്ട് ആക്കിയെടുക്കുന്നുണ്ട്. ഒരു സ്ക്വയർ ആയിട്ട് അതായത് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മെഷർമെൻറ്റിനനുസരിച്ച് ചെസ്റ്റൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെസ്റ്റ് സൈസായിട്ട് കൊടുത്തിരിക്കുന്നത് 10 ഇഞ്ചാണ്. പിന്നെ തയ്യൽ തുമ്പിന് വേണ്ടി ഞാൻ 11.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് ഹിപ്പ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് 15 ഇഞ്ച് താഴോട്ട് മിഡ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ വേണ്ട 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ തയ്യൽ തുമ്പോടെ ചേർത്ത് 11 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ സ്ലിറ്റിൻ്റെ അതായത് ഹിപ്പിൻ്റെ അവിടെ വരാനായിട്ട് 21 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് താഴോട്ട്. എന്നിട്ട് നമ്മുടെ ഹിപ്പ് സൈസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതും 11 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് സ്ലിറ്റിൻ്റെ ഏറ്റവും ബോട്ടം സൈഡ് ഉണ്ടല്ലോ, അവിടെ ഞാൻ 13 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സ്ലിറ്റ് എനിക്ക് അത്രയാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഓരോരുത്തർക്കും അവരവരുടെ മെഷർമെൻ്റ് ഉണ്ടല്ലോ, അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ മെയിനായിട്ട് ഇതിൻ്റെ അത് നെക്കാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ടോട്ടലി ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോയിൽ നെക്കാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് എന്നുള്ളത്, അതായത് ഈ നെക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതും ഞാൻ വഴിയെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സ്കാലപ്പ് നെക്കാണ് ചെയ്യാനായിട്ട്. സ്ക്വയർ സ്കാലപ്പ് നെക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അത് ആരും അനുകരിക്കാതിരിക്കാൻ നോക്കുക. മേ ബി ഞാൻ മാത്രമേ ഈ മണ്ടത്തരം കാണിച്ചിട്ടുള്ളായിരിക്കും. അതെൻ്റെ മടിയാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടുമല്ല. എൻ്റെ മടി ഒറ്റ ഒരു ഇതുകൊണ്ടാണ് ഇതെനിക്ക് മിസ്റ്റേക്കായിട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ 2 സൈഡിൽ നെക്കൊന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ 1 സൈഡ് മാർക്ക് ചെയ്തായിരുന്നല്ലോ, അപ്പം ഓപ്പോസിറ്റ് സൈഡും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേസിങ് പേപ്പർ വെച്ച് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ പൊക്കത്തൂടെ മാർക്ക് ചെയ്താൽ മതി. ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ വീണ്ടും ഇപ്പുറത്തെ സൈഡിലും നമ്മുടെ നെക്കിൻ്റെ കറക്റ്റ് ആ ലെങ്തും വിട്ടും എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് അതും ഇത് പറഞ്ഞ പോലെ സ്ക്വയർ ആയിട്ട് വരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതും ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്ക്വയർ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഈ സ്ക്വയർ നെക്കായിട്ട് പോയിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു അത്രയും കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ സ്കാലപ്പ് കൊടുത്തത് കുഴപ്പമില്ല, എന്നാൽ ചെറിയൊരു പാളിച്ച സംഭവിച്ചു. പാളിച്ചെന്ന് വെച്ച് ചെറുതെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ചെറിയ പാളിച്ച സംഭവിച്ചു. അതാണ് ഇനിയിപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ നെക്ക് നമുക്കിനി ഒന്ന് സ്കാലപ്പ് വരച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്കാലപ്പ് വരയ്ക്കാം. അപ്പോൾ ഞാൻ സ്കാലപ്പ് വരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ മരുന്നിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങിലും ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് വരച്ചെല്ലാം എടുക്കണം കേട്ടോ. കട്ട് ചെയ്ത് എടുക്കണം. നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ അതേപോലെ തന്നെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നെക്കും എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ സ്കാലപ്പ് ഞാനൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലൈനിങ്ങിലാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ നല്ല സൈഡ് ആദ്യമേ നിവർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ പൊക്കത്താണ് ഈ ലൈനിങ് നിവർത്തിയിട്ട് കൊടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് തന്നെ ലൈനിങ് നിവർത്തിയിട്ട് കൊടുത്തിട്ട് ഞാൻ ഈ ലൈനിങ്ങിൻ്റെ പൊക്കത്താണ് ഈ സ്കാലപ്പ് വരച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 2 രൂപ അല്ല 1 രൂപയുടെ സ്കാലപ്പിൻ്റെ സൈസ് എന്തോരം വേണം അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ഈ മരുന്നിൻ്റെ ബോട്ടിലിൻ്റെ ഈ അടപ്പം വെച്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ 3 സൈഡിലും ഞാൻ സ്കാലപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് ഇനി ഞാൻ പറയാം എന്താണ് ഞാൻ മിസ്റ്റേക്ക് ചെയ്തതെന്നുള്ളത്. അപ്പം ഞാൻ ഈ ലൈനിങ് വരച്ചതിന് ശേഷം ഞാൻ നേരെ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് സത്യത്തിൽ സ്കാലപ്പ് നമ്മൾ
ക്യാൻവാസിൽ വേണമായിരുന്നു വരച്ച് ചെയ്യാനായിട്ട്. ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ ചെയ്തിരിക്കുന്നത് സ്കാലപ്പിൻ്റെ നെക്കാണെങ്കിലും ക്യാൻവാസിലല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ഓരോ സ്കാലപ്പും കിട്ടി. ക്യാൻവാസിൽ നമ്മുടെ സ്കാലപ്പ് വരച്ച് അതിന് ശേഷം അത് നമ്മുടെ വേറെ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മെയിൻ ക്ലോത്തിലെ നെക്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാലപ്പ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം ക്യാൻവാസ് വരുമ്പോഴത്തേന് അതിൻ്റെ ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്കാലപ്പ് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം എനിക്ക് ഈ ക്യാൻവാസ് വരയ്ക്കണം, അയൺ ചെയ്ത് പിന്നെ അത് സ്റ്റിക്ക് ചെയ്യണം, ഈ ഒരു മടി കാരണം ഞാൻ അങ്ങനെ ചെയ്തില്ല. പകരം ഞാൻ ഈ മെയിൻ ക്ലോത്തും നമ്മുടെ ലൈനിങ്ങും കൂടെ വെച്ചുകൊണ്ട് സ്കാലപ്പിനനുസരിച്ച് തന്നെ വേണ്ട അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തു. അപ്പം കട്ടിയില്ലല്ലോ, മീൻസ് ഒരു ബലത്തിന് നിൽക്കാനായിട്ട്, ഈ നെക്ക് ബലത്തിന് നിൽക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാലപ്പ് അട്ടർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പായിപ്പോയി. സ്കാലപ്പ് ഒരുമാതിരി ഒപ്പിക്കാം, പക്ഷെ ഈ സ്കാലപ്പ് എല്ലാം കൂടി ഇങ്ങനെ മലന്ന് ഫ്രണ്ടിലോട്ട് വീണ് കിടക്കത്തക്ക രീതിയിൽ അങ്ങ് വരുവാണ്, ഇങ്ങനെ തുറന്നു പോകുന്നത് പോലാണ് വരുന്നത്. ഇതിൻ്റെ ഫൈനൽ ഞാൻ കാണിക്കുന്നുണ്ട് സ്കാലപ്പ് എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത്. കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നേരെയൊക്കെ വെക്കുമ്പോഴൊക്കെ ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ബട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സ്കാലപ്പ് എല്ലാം കൂടി ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്ന ഒരു ഫീലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്കാലപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ഞാൻ ചെയ്ത മണ്ടത്തരം ആരും ചെയ്യരുത്, മടിയാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മണ്ടത്തരം കാണിക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാൻവാസ് ഇതിൽ സ്കാലപ്പ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അപ്പം എന്തുണ്ട്, ഞാൻ ഇതുപോലെ സ്കാലപ്പ് എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്കാലപ്പിൻ്റെ ആ എഡ്ജ് തീർത്തൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു തുമ്പിട്ടേക്കണം കേട്ടോ, ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നേരെ മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മറിച്ചിട്ട് കഴിഞ്ഞാലും ഓരോ സ്കാലപ്പിങ്ങിനെ നമ്മൾ പുള്ളി ചെയ്ത് മുകളിലോട്ട് എടുക്കുമല്ലോ, അപ്പോഴത്തേക്കിനും നല്ലതായിട്ട് തന്നെ കിട്ടിയാനായിരുന്നു. എനിക്ക് അങ്ങനെ കിട്ടാതെ വന്നപ്പോഴേ എനിക്ക് തോന്നി പണി വാളിയിട്ടുണ്ട്. എനിവേ ഇതെന്തായാലും സെറ്റായിട്ടില്ല എന്ന്. അപ്പം എല്ലാ വീഡിയോയിലും നമ്മൾ എല്ലാം നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് മാത്രമല്ലല്ലോ കാണിക്കണ്ടേ, ഇതുപോലെ അത്ര ഫ്ലോപ്പായിട്ടുള്ളതും കൂടെ കാണിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സ്കാലപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ക്യാൻവാസ് ഇല്ലാതെ ചെയ്യരുത്. എത്ര മടിയാണെങ്കിലും എത്ര ഇതാന്ന് പറഞ്ഞാലും അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് അട്ടർ ഫ്ലോപ്പായിട്ട് വരാനുള്ള സകല ചാൻസും നല്ല ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഓരോ സ്കാലപ്പ് കാണുമ്പോഴും അറിയാലോ, ഒരുമാതിരി വല്ലാണ്ടൊക്കെ ഇരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നില്ല. മറിച്ചിട്ടതിന് ശേഷം ഇതൊന്ന് പതിച്ചുകൂടെ എടുക്കുകയാണ് ചെയ്യുന്നത്. പതിച്ചെടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു നെക്കിൻ്റെ അകത്ത് പറ്റിയിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലാതെ ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഈ നെക്ക് മാത്രമേ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നുള്ളൂ. ഇനി ബാക്ക് സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് ജോയിൻ ചെയ്ത് ബാക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഞാൻ അതൊന്നും ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ ഒരു നെക്കിൽ വന്നിരിക്കുന്ന ഈ ഒരു പാളിച്ച മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നത് ഒന്ന് സബ് ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ ചെയ്ത മണ്ടത്തരം ഒരു കാരണവശാലും ആരും ചെയ്യരുത്. മടിയാണെങ്കിലും എന്താണെന്ന് പറഞ്ഞാലും എല്ലാവരും സ്കാലപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ക്യാൻവാസ് വെച്ച് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഗുണമില്ലാത്ത രീതിയിൽ കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ബാക്ക് സൈഡും ഇതുപോലെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ക്യാൻവാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഓരോ സ്കാലപ്പും ഇങ്ങനെ ഒരുമാതിരി എഴുന്നേറ്റ് നിൽക്കുകയും ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുകയും ഒരു മടക്കവും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? കഴുത്ത് എന്തായാലും പെർഫെക്റ്റ് ആയിട്ടില്ല, കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ